ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു പ്രമോ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ വരാതിരിക്കുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നാളത്തെ എപ്പിസോഡ് നമ്മൾ കാത്തിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേവതി സച്ചിയെ വിളിച്ചിട്ട് ശരത്തിന് സുഖമില്ല, ഹോസ്പിറ്റലിലേക്ക് വരണമെന്നൊക്കെ പറയുന്ന സമയത്ത് താനിപ്പോൾ പുറത്തേക്ക് ഓട്ടം പോവുകയാണെന്നും തനിക്ക് വരാൻ പറ്റുകയില്ല എന്നെല്ലാം തന്നെ സച്ചി മറുപടി പറയാം. സച്ചിയുടെ മറുപടി രേവതി ആകെ സങ്കടത്തിലാവട്ടെ. അതിന് ശേഷം പറയുന്നുണ്ട്, ഓട്ടം കഴിഞ്ഞ് എത്രയും നേരത്തെ വരികയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണമെന്നൊക്കെ പറയുന്ന സമയത്ത് ഓട്ടം ഇന്ന് ലോങ് ട്രിപ്പാണ്, അതുകൊണ്ട് തന്നെ വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് സച്ചി കോള് കട്ട് ചെയ്യുന്നത്. കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് രേവതി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് സച്ചിമോ മരുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇല്ല അമ്മേ, സച്ചിയേട്ടന് ഓട്ടത്തിന് പോയിരിക്കുകയാണ്, ചിലപ്പം വൈകിയാണെങ്കിൽ വരുമായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേണു പറയുന്നുണ്ട്, എന്താ ശരത്തിന് സുഖമില്ല എന്നുള്ള കാര്യം ചേച്ചി പറഞ്ഞില്ലേ എന്ന് ചോദിക്കാനുണ്ട്. വേഗം തന്നെ ലക്ഷ്മി പറയുകയാണ്, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ടതില്ല, ചിലപ്പോൾ സച്ചിമോൻ ഓട്ടോ ഉള്ളതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വേഗം തന്നെ ഇവിടെ ഓടി വരാറുള്ളതാണല്ലോ, ഇനിയിപ്പോൾ അത് വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ മഹേഷ് സച്ചിയോടായിട്ട് പറയുകയാണ്, എടാ നീ എന്തായാലും ആന്റണിയെ തല്ലിയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ശരത്തിന് തല്ലിയത് അതെന്തായാലും ശരിയായില്ല, അവൻ ഇത്രയും കൊച്ചു കുഞ്ഞല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കൊച്ചു കുഞ്ഞ് അവൻ എന്താ ഒപ്പിച്ചത് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് മഹേഷിന് തൻ്റെ കയ്യിലിരിക്കുന്ന വീഡിയോ കാണിച്ചു കൊടുക്കാനിട്ട്. ഇത് കാണുന്ന സമയത്ത് മഹേഷ് ആകെ അതിശയത്തോട് ചോദിക്കുന്നുണ്ട്, സച്ചി ഇത് ശരത്ത് തന്നെയാണോ, ഇവനെന്താ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇത് തന്നെ ഞാൻ പറഞ്ഞത്, ഞാനും വിചാരിച്ചല്ലേ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്, ഇവനിൽ എന്തൊരു പ്രതീക്ഷയാണെന്നറിയാമോ രേവതിക്കും അമ്മയ്ക്കൊക്കെ എല്ലാം തന്നെ, നീ തന്നെ കണ്ടില്ലായിരുന്നു നാട്ടിൽ വന്ന സമയത്ത് രേവതി എത്രമാത്രം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇവനെക്കുറിച്ച് സംസാരിച്ചത്, അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ഇവൻ ഇല്ലാതാക്കിയല്ലേ എന്നൊക്കെ നമ്മൾ സച്ചി പറയുകയാണ്. കൂടുതൽ തന്നെ പറയുന്നുണ്ട്, എന്തായാലും സ്റ്റുഡിയോയിൽ നിന്ന് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു, നീയും ഈ ഒരു കാര്യം പറഞ്ഞേക്ക്, ഞാനും ഈ ഫോണിൽ നിന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്യാം, കാരണം ഫോണിൽ ഈ വീഡിയോ കടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും വിധേന രേവതി വീഡിയോ കാണുകയാണെങ്കിൽ ആകെ പ്രശ്നമാവും, അതുകൊണ്ട് ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് മഹേഷ് പറയുകയാണ്, അതൊന്നും വേണ്ട, നീ വീഡിയോ ഡിലീറ്റ് ചെയ്യണ്ടേ, എപ്പോഴെങ്കിലും ശരത്ത് താനിങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ കാണിക്കാൻ ഇത് സച്ചിക്കും ശരിയാണെന്ന് തോന്നുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആകെ ടെൻഷനോട് കൂടി തന്നെ തിരികെ വീട്ടിലേക്ക് എത്തുകയാണ് രേവതി. സച്ചി വരാത്ത സങ്കടമുണ്ട് കേട്ടോ. വരുമ്പോൾ തന്നെ രവി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ശരത്തിന് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആകെ സുഖമില്ല, അവൻ നല്ല പെയിൻ ഉണ്ട്, അങ്ങനെ സർജറി വേണമെന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രുതി വേഗം തന്നെ ചോദിക്കുകയാണ്, ആരുടെയും ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയ സമയത്ത് പോലീസുകാർ പിടിക്കാൻ വന്നപ്പോഴാണ് ആ വീണതെന്ന് ഇങ്ങനെ കളിയാക്കി ചോദിക്കുകയാണ്. ഈ ഒരു ചോദ്യം ചന്ദ്രയ്ക്കും ശ്രുതിക്കൊക്കെ ഭയങ്കര സന്തോഷം നൽകുകയാണ് കേട്ടോ. ഉടനെ തന്നെ രവി മറുപടി പറയുകയാണ്, മിണ്ടായിരിക്കണം, നീ എൻ്റെ അമ്മയുടെ ഡ്യൂട്ടി ഏറ്റെടുത്തെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി ആകെ വല്ലാതാവുകയാണ്. ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്ന, ഇവക്കടെ അനിയൻ്റെ സ്വഭാവം അറിയാൻ പാടില്ല, ഇതുപോലെ ഓരോ കുരുത്തക്കേടൊക്കെ ഒപ്പിച്ച് വെക്കും, ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അമ്മയൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ, ശരത്ത് അങ്ങനെ ഒരു തെറ്റ് നേരത്തെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവനിപ്പം നല്ലവനാണ്, അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പാർട്ട് ടൈം ജോലിക്ക് വരെ പോകുന്നുണ്ട്, കുടുംബം നോക്കിയാണെന്നൊക്കെ നമ്മുടെ രേവതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുറിയിൽ നിന്ന് സച്ചി ഇറങ്ങി വരുന്നത്. സച്ചിയെ കാണുമ്പോഴത്തേക്കും രേവതിക്ക് അത്ഭുതമോ സങ്കടമോ എന്തൊക്കെയോ ഇല്ലാത്ത ഫീലാണ്. കാരണം ഇവിടെ സച്ചേട്ടൻ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിട്ടാണോ അങ്ങോട്ടേക്ക് വരാതിരുന്നത് എന്നൊക്കെ ഒരു ചോദ്യം നമ്മുടെ രേവതി ചോദിക്കുന്ന സമയത്ത് ഈ സമയത്ത് ഞാൻ വരുമെന്ന് കരുതിയില്ല, പിന്നെ എനിക്ക് വരാനും തോന്നിയില്ല എന്നൊക്കെ സച്ചിൻ മറുപടി പറയുമ്പോഴത്തേക്കും രവി പറയുകയാണ്, അവൻ അങ്ങോട്ട് വരാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്, ഇത് നേരത്തെ അറിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേനെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് രേവതിക്ക് ദേഷ്യം ഇരട്ടിക്കുകയാണ്. ഞാൻ 3 പെണ്ണുങ്ങൾ മാത്രമായിട്ട് ആ ആശുപത്രിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്, സച്ചേട്ടൻ അങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചിയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇരുവരും തമ്മിലുള്ള പിണക്കം കണ്ടുകൊണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് ചന്ദ്രയും ശ്രുതിയും കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് നമ്മൾ കാത്തിരിക്കുന്ന ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.